മനം നിറഞ്ഞ് മനസ്സർപ്പിച്ച് ഭഗവാന്റെ സന്നിധിയിലെ ഒരു വർഷം സമ്പൂർണം. ജന്മത്തിലെ ഏറ്റവും മഹാഭാഗ്യം നിറഞ്ഞ നിയോഗം പൂർത്തിയാക്കിയാണ് ശബരിമല മേൽശാന്തിയായിരുന്ന അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങിയത്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചാൽ സർവ്വ അനുഗ്രഹവും ശബരീശൻ നൽകുമെന്ന് അരുൺകുമാർ നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു. പടിയിറങ്ങും മുൻപ് ഒരു വർഷത്തെ അനുഭവം മേൽശാന്തി അരുൺ കൊടുങ്ങൂരുമായി പങ്കുവച്ചപ്പോൾ, ഒരു നിമിഷമെങ്കിലും ഭഗവാനെ ഒന്ന് കാണുക എന്നത് അത് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും ആനന്ദം നൽകുന്നതാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും പുണ്യമാണ്. പക്ഷേ ഒരു വർഷക്കാലം ഭഗവാന്റെ എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും മണ്ഡലപൂജയ്ക്ക്, മകരവിളക്കിന്, അതിനൊക്കെ തന്നെ സാന്നിധ്യമാകാൻ, കാർമ്മികത്വമാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു മഹാഭാഗ്യം, ഒരു മനുഷ്യജന്മത്തിൽ പൂർവ്വജന്മ സുഹൃതമെന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു മഹാഭാഗ്യം സിദ്ധിച്ചാൽ ഒരു വർഷത്തെ ഭഗവാന്റെ സന്നിധിയിലെ പൂജാ ചടങ്ങുകൾക്ക് ശേഷം മലയിറങ്ങുകയാണ് നിലവിലത്തെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നമുക്കൊപ്പം ഇപ്പം ചേരുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങയുടെ ആദ്യ പ്രതികരണവും ഇതുതന്നെയായിരുന്നു, പൂർവ്വജന്മ സുഹൃതം. അതുതന്നെയല്ലേ ഒരു മനുഷ്യ ആയുസ്സിൽ ലഭിക്കാൻ കഴിയാവുന്ന ഏറ്റവും ഒരു പുണ്യമായ ഒരു കാര്യമല്ലേ? തീർച്ചയായും നമ്മുടെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. നമ്മുടെ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ പൂർവ്വര് ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലങ്ങളും നമ്മുടെ ഗുരുനാഥന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഭഗവാനെ പൂജിക്കാൻ നമ്മുടെ ആഗ്രഹം കൂടെ ഒത്തുചേരുമ്പോൾ ഇതെല്ലാം കൂടെ സമ്പൂർണ്ണമാവുന്നത്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരു വർഷക്കാലം നമുക്കറിയാം, ഭഗവാനെ ഒന്ന് കാണാൻ എല്ലാവരും കൊതിച്ചു വരുന്നതാണ്. അന്നേരം ഒരു വർഷക്കാലം ഭഗവാനെ എല്ലാ പൂജകൾ ചെയ്യാനും ഭഗവാനെ സേവിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയൊരു മഹാഭാഗ്യമാണ്. ചെറിയൊരു ഭാഗ്യമല്ലത്. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പം ഈ മണ്ഡലകാലം, അതോടൊപ്പം തന്നെ മാസപൂജാ സമയം, അതിനുശേഷം തിരക്കൊന്നുമില്ലാത്തൊരു സമയമുണ്ട്. ആ ഒരു സമയത്ത് ഭഗവാനോടൊപ്പം ഇവിടെ നിൽക്കുക, അതൊരു വല്ലാത്തൊരു ആത്മീയ അനുഭൂതി തന്നെയാണ്. തീർച്ചയായും നമ്മൾ നടയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ വിളക്കുവെപ്പുണ്ട്. വിളക്കുവെപ്പ് കഴിഞ്ഞാൽ ഭഗവാന്റെ അവിടെ ജപം ആണ്. ഭഗവാനോടൊത്ത് തന്നെ ഒരു തപസ് പോലെ നമ്മൾ ബാഹ്യ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ബാക്കി ചിന്തകളൊന്നുമില്ലാതെ ഭഗവാനെ മാത്രം മനസ്സിൽ ഏകാഗ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും നമുക്കൊരു തപസ്സാണ്. അന്നേരം മറ്റ് ചിന്തകളൊന്നും നമ്മളെ കടന്നുകൂടുന്നില്ല, മറ്റ് ഒരു കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഭഗവാനുമായിട്ടുള്ള ആ ഒരു ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. ശരിക്കും ഭഗവാന്റെ ഒരു അദൃശ്യമായ ഒരുപാട് അനുഭവങ്ങൾ, അതിപ്പം ഓരോ മേൽശാന്തിമാർക്കും ഭഗവാൻ നേരിട്ട് തന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മളെ തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ അയ്യപ്പസ്വാമി ബ്രഹ്മചാരിയാണെന്നാണ് നമ്മൾ സങ്കല്പം. എന്നാൽ മറ്റുള്ളവർക്കെല്ലാം എന്താഗ്രഹവും സഹായിച്ചു കൊടുക്കുന്ന സ്വാമിയാണ് ഭഗവാൻ. ഇവിടെ ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു ഭക്തർ വന്ന് അവരുടെ മകളുടെ വിവാഹം താമസിക്കുകയാണ്, നടക്കുന്നില്ല. അന്നേരം അവർ തിരുമനസ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് അയ്യപ്പസ്വാമിക്ക്? ചില വഴിപാടുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇന്നെ ചെയ്യാൻ പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഇവിടെ തൊഴാൻ വന്നു. അവരുടെ മകളുടെ വിവാഹം നിശ്ചയമായെന്നും പറഞ്ഞു. അതുതന്നെയാണ് ഭഗവാനല്ലേ, ഓരോ ഭക്തനെയും ഇങ്ങനെ ആ ഒരു സന്നിധിയിലേക്ക് എത്തുമ്പോൾ ശരിക്കും നിറഞ്ഞ് അനുഗ്രഹിക്കുന്നല്ലേ. എല്ലാവരെയും ആകർഷിക്കുകയാണ് ഭഗവാൻ. എല്ലാവരെയും ഭഗവത് സന്നിധിയിലേക്ക് ഭഗവാന്റെ ആകർഷണമുണ്ട്. ഭഗവാൻ എന്ത് വേണമെങ്കിലും അറിഞ്ഞ് ചെയ്തു കൊടുക്കും. ഭഗവാനെ നമ്മൾ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, അതാണ് വിശ്വസിക്കുക. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു